ഖുർആൻ ശക്തമായ പല ദൃഷ്ടാന്ത കഥകളും പറയുന്നുണ്ട്. ഇബ്ലീസിന്റെ അനുസരണക്കേടിന്റെ കഥ, ഫറോവയുടെ അടിച്ചമർത്തന്റെ കഥ. അവയ്ക്കിടയിൽ മറ്റൊരു ശക്തമായ കഥയുണ്ട്. ആദമിന്റെ 2 മക്കളുടെ കഥ, ഹാബീൽ ഖാബീൽ, അല്ലെങ്കിൽ ആബേലും കായീനും. ഈ കഥ നമ്മെ മനുഷ്യരാശിയുടെ തുടക്കത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പലതും അത് നമ്മോട് സംസാരിക്കുന്നു. ആധുനിക മുസ്ലിം ചിന്തകരിൽ ഒരാളായ അലി ശരീഅത്തി തൻ്റെ വിപ്ലവ രചനകളിൽ ഈ ഒരു കഥ കൂടെ ഉദ്ധരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, മനുഷ്യ ജീവിതത്തിന്റെ വികാസത്തിന്റെ ചരിത്രം കായീനും ആബേലും തമ്മിലുള്ള പോരാട്ടത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഖുർആൻ പറയുന്ന ഈ കഥയിലെ പാഠങ്ങൾ ഏതെങ്കിലും ഒരു കാലത്തോടോ സമയത്തോടോ മാത്രം ബന്ധപ്പെട്ടതല്ല. അത് എല്ലാ യുഗങ്ങളോടും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ സങ്കീർണതയെക്കുറിച്ച് കൂടി അത് നമ്മോട് വീണ്ടും വീണ്ടും പറയുന്നു. ആ ആശയങ്ങളിലേക്ക് എത്തി നോക്കുകയാണ് നാം ഇവിടെ. രണ്ട് സഹോദരന്മാരും ദൈവത്തിന് വഴിപാടുകൾ അർപ്പിച്ചു. ഹാബേലിൻ്റേത് സ്വീകരിക്കപ്പെടുന്നു, കായീൻ്റേത് തിരസ്കരിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഭൗതികമായ മൂല്യമായിരുന്നില്ല അതിൻ്റെ നിദാനം. ഹാബീൽ ആത്മാർത്ഥതയോടെയാണ്, ദൈവത്തോടുള്ള കീഴ്വണക്കത്തോടെയാണ് അത് സമർപ്പിക്കുന്നത്. തക്വ, അതാണ് ഖുർആൻ നടത്തുന്ന പദപ്രയോഗം. മറുവശത്ത് ആ തക്വയുടെ അഭാവത്തിലാണ് കായീൻ തൻ്റെ വഴിപാട് സമർപ്പിച്ചത്. തിരസ്കരിക്കപ്പെട്ട് അസൂയയാൽ ജ്വലിക്കുന്ന കായീൻ കോപത്തിൽ പൊട്ടിത്തെറിച്ചു. ഞാൻ നിന്നെ കൊല്ലും, അവൻ പറഞ്ഞു. ആബേലിൻ്റെ പ്രതികരണം ലളിതമായിരുന്നു. ദൈവം മനസ്സുകളിലുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നിങ്ങൾ എന്ത് അർപ്പിക്കുന്നു എന്നതിലല്ല, മറിച്ച് അത് അർപ്പിക്കുന്ന നിങ്ങളുടെ ഹൃദയമാണ് പ്രധാനമെന്ന് അവൻ തൻ്റെ സഹോദരനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. ആബേലിൻ്റെ ചരിത്രം തക്വയിൽ വേരൂന്നിയതായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള നിരന്തരമായ ബോധ്യം, ആത്മാർത്ഥത, എളിമ എന്നിവ ശ്രദ്ധാപൂർവം സംരക്ഷിക്കേണ്ട ഒരു ജ്വാലയാണ്. നേരെ മറിച്ച് കായീൻ ആ ജ്വാലയെ അണയാൻ അനുവദിച്ചു. തന്നോട് ചെയ്തതായി തോന്നിയ അനീതിയാൽ നിരസിക്കപ്പെട്ടതായ തോന്നലിൽ അവൻ്റെ ആത്മാവബോധം തിളച്ചു. അള്ളാഹുവിന് മുമ്പാകെ ശക്തിയില്ലാത്തതിനാൽ അവൻ തൻ്റെ തൊട്ടടുത്തുള്ള ആബേലിനെതിരെ തൻ്റെ കോപത്തെ തിരിച്ചു. അങ്ങനെ കായീൻ തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. പ്രവൃത്തി ഏകപക്ഷീയവും ക്രൂരവും അകാരണവുമായിരുന്നു. ദൈവത്തിന് സമർപ്പിക്കേണ്ട വഴിപാട് അങ്ങനെ അശുദ്ധിയായി മാറി. ബലി മനുഷ്യക്കുരുതിയായി. കായീൻ തൻ്റെ കോപത്തിലൂടെ ലോകത്തിലേക്ക് പുതിയതും ഭയങ്കരവുമായ ഒരു യാഥാർത്ഥ്യത്തെ കൊണ്ടുവന്നു. കൊലപാതകത്തിൻ്റെ കൊടിയമായ ഭീകരത. ആ നിമിഷം മുതൽ അതൊരിക്കലും നമ്മെ വിട്ടുപോയില്ല. അത് അവസാന നാൾ വരെ നിലനിൽക്കും. കൂടുതൽ ഇരകളെ കൂട്ടിച്ചേർക്കും. ഈ വയലൻസ് കൊടുങ്കാറ്റുകളുടെയോ പ്രകൃതി ദുരന്തങ്ങളുടെയോ നാശം പോലെയല്ല. ഇരയുടെ നേരെയുള്ള മൃഗങ്ങളുടെ ആക്രമണം പോലെയല്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെതിരെ നടത്തുന്ന ആക്രമണം. കായീൻ്റെ കുറ്റകൃത്യം നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ടെൻഡൻസിയെ വെളിപ്പെടുത്തുന്നു. ആദമും ഹവ്വയും മനുഷ്യരുടെ തുടക്കമായിരുന്നുവെങ്കിൽ ഹാബേലും കായീനും മനുഷ്യന് എങ്ങനെയൊക്കെ ആയിത്തീരാൻ കഴിയുമെന്ന് നമ്മെ കാണിച്ചു തരികയായിരുന്നു. അവർ നമ്മുടെ സാധ്യതകളുടെ ഒരു കണ്ണാടിയാണ്. ഹാബീലിൽ ദൈവത്തിലേക്ക് തിരിയുന്ന ആത്മാവിൻ്റെ പാത നാം കാണുന്നു. ഫിത്ര, അള്ളാഹുവിലേക്കുള്ള, ദൈവത്തിലേക്കുള്ള നമ്മുടെ സ്വാഭാവികമായ ഓറിയൻറ്റേഷൻ, നന്മയ്ക്കായുള്ള നമ്മുടെ അഭിവാഞ്ച, നീതിയോടുള്ള നമ്മുടെ ചായ്വ്, തക്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള നമ്മുടെ കഴിവ്, ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ പ്രവാഹമാണ് ഹാബീൽ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ കായീനിൽ നമ്മൾ മറ്റൊന്ന് കാണുന്നു. സ്വന്തത്താൽ വഞ്ചിക്കപ്പെടുന്ന ഒരാൾ, സ്വന്തത്തെ സിംഹാസനസ്ഥനാക്കി തൻ്റെ രാജാവാക്കി അതിനെ വാഴിക്കുന്ന ഒരാൾ. കായീൻ അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും പ്രലോഭനത്തിൻ്റെയും പാതയാണ്. കായീനിൽ നമുക്ക് അഗാധമായ അസ്വസ്ഥത ഉളവാക്കുന്ന ഒന്ന് കാണാം. നമ്മുടെ മാനുഷികമായ ബലഹീനത, പ്രലോഭനങ്ങളിൽ വീഴാനുള്ള നമ്മുടെ സന്നദ്ധത. കായീനെ ഈ വഴിയിലേക്ക് തള്ളിവിടുന്നത് ഇബ്ലീസാണെന്ന് ഖുർആൻ പറയുന്നില്ല. അത് ഒരു ബാഹ്യശക്തിയല്ല, അത് അവൻ്റെ സ്വന്തം നെഫ്സ് തന്നെയാണ്, അവൻ്റെ ലോവർ സെൽഫ്. അത് നിരന്തരം മന്ത്രിക്കുന്നു, പ്രലോഭനത്തെ ഊട്ടുന്നു, വളരുന്നു. ഒടുവിൽ അത് അവനെ സഹോദര ഹത്യയിലേക്ക് നയിക്കുന്നു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഇബ്ലീസിൻ്റെ സ്വാധീനം ബാഹ്യമായി മാത്രമല്ല. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ആദമിൻ്റെ മക്കളുടെ രക്തത്തിലൂടെ ഇബ്ലീസ് ഒഴുകുന്നു. നമ്മൾ ജനിച്ച നിമിഷം മുതൽ നമ്മൾ ആരും ആ ബലഹീനതയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. നെഫ്സിൻ്റെ കടിഞ്ഞാണില്ലാത്ത നിയന്ത്രണാതീതമായ പ്രയാണങ്ങൾക്ക് കീഴടങ്ങുമ്പോൾ ഫിത്ര,
ബന്ധിക്കപ്പെടുന്നു, ഞെരുക്കപ്പെടുന്നു, ഹൃദയം വഴിതെറ്റിപ്പോകുന്നു. കായീനിലൂടെ നമ്മുടെ ശുദ്ധ സ്വഭാവം തടയപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്നു. പാപത്തിലേക്കും ലംഘനത്തിലേക്കുമുള്ള ചായ്വിനെ അവൻ പ്രതിനിധീകരിക്കുന്നു. ഖുർആൻ വിളിക്കുന്ന അഹങ്കാരത്തിൻ്റെ ശബ്ദം തീർച്ചയായും ആത്മാവ് തിന്മ കൽപ്പിക്കുന്നു. ഇതിനർത്ഥം നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ആബേലും കായീനും ജീവിച്ചിരിക്കുന്നു എന്നാണ്. മനുഷ്യത്വവും മനുഷ്യത്വമില്ലായ്മയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവ തമ്മിൽ ആജീവനാന്ത ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഏർപ്പെടുന്നു. വിശ്വാസത്തിലും നീതിയിലും നടക്കാൻ ഹാബേലിനെ ഉയർത്താൻ നമുക്ക് പരിശ്രമിക്കാമെങ്കിലും നാം ഓരോരുത്തരും മറക്കരുത്, കായീൻ അപ്പോഴും അവിടെയുണ്ട്. ചോദ്യം ആരെയാണ് ഭരിക്കാൻ നാം അനുവദിക്കുക എന്നതാണ്. തിന്മ എന്നത് വ്യക്തികൾ ചെയ്യുന്നതിനപ്പുറം പലപ്പോഴും മൊത്തം സമൂഹങ്ങളുടെ തന്നെ ഭാഗമായി മാറുന്നുണ്ട്. അനീതി വ്യവസ്ഥിതിയായി തീരുന്ന ദൈനംദിന ജീവിതത്തിൽ ഇഴചേരുന്ന ഫറോവമാരുടെ സമൂഹങ്ങൾ. നമ്മൾ ജീവിക്കുന്നത് മടിച്ചമർത്തലിൻ്റെ സങ്കീർണമായ വലകളിൽ നെയ്തെടുത്ത അത്തരമൊരു ലോകത്തിലായിരിക്കാം. അതാണ് എഴുത്തുകാരനായ വിയറ്റ് നുയേൻ പറയുന്നത്. നാം മനുഷ്യർ മാത്രമാണെന്ന് നടിക്കുകയും നമ്മുടെ സ്വന്തം മനുഷ്യത്വമില്ലായ്മയെ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ, നമ്മുടെ സ്വന്തക്കാരുടെ മനുഷ്യത്വമില്ലായ്മയെ നിഷേധിക്കുകയും ചെയ്യുന്നത് സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആഴമേറിയ രൂപമാണ്. അത് ദേശീയത, മുതലാളിത്തം, വംശീയത, മാനവികതയെക്കുറിച്ചുള്ള ഭാവനയിൽ കൂടി കടന്നു വരുന്നു. മനുഷ്യത്വമില്ലായ്മയ്ക്കുള്ള നമ്മുടെ കഴിവ് നാം മറക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് മറ്റുള്ളവർക്ക് മാത്രമുള്ളതായി മാറ്റിവെക്കുന്നു. ഈ വെളിച്ചത്തിൽ കായീൻ വെറുമൊരു വ്യക്തിയല്ല. ഇറാനിയൻ ചിന്തകനായ അലി ശരിയത്തി ചരിത്രത്തിലുടനീളമുള്ള സാമൂഹിക വ്യവസ്ഥകളുടെ പ്രതീകമായി കായീനെ വായിച്ചു. അദ്ദേഹം പറഞ്ഞു, ആബേൽ അപ്രത്യക്ഷമാകുന്നു, കായീൻ മനുഷ്യത്വത്തിൻ്റെ കഥയിൽ കേന്ദ്രസ്ഥാനം നേടുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കായീൻ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ശക്തമായ സാമൂഹിക ഘടനകളെ പ്രതിനിധീകരിക്കുന്നു. ചരിത്രത്തിലുടനീളം കായീൻ്റെ സന്തതികളാണ് മനുഷ്യരാശിയുടെ ഭരണാധികാരികൾ എന്ന് ശരിയത്തി എഴുതി. ശരിയത്തി ഇത് നേരിട്ട് കണ്ടു. പാരീസിലൊരു വിദ്യാർത്ഥിയായിരിക്കെ അൾജീരിയയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തെ ഫ്രഞ്ച് സാമ്രാജ്യം എങ്ങനെയാണ് ക്രൂരമായ വിധത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം നേരിട്ട് കണ്ടു. പിന്നീട് ഇറാനിൽ പഹ്ലവി ഭരണകൂടം അതുതന്നെ ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. ആധുനികവും പുരോഗമനപരവുമാണെന്ന് നടിച്ചുകൊണ്ട് സത്യത്തിൽ ഏതൊരു എതിർപ്പിനെയും നിശബ്ദമായി ക്രൂരമായി തകർക്കുന്ന ഒരു കായീൻ്റെ ഘടന അദ്ദേഹത്തിന് വ്യക്തമായി. ഇത് രാഷ്ട്രീയത്തെയും സാമ്പത്തിക മേഖലയും മതത്തെയും എല്ലാം ദുഷിപ്പിച്ചുകൊണ്ട് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. സാധാരണക്കാർക്ക് ഭയാനകമായൊരു തിരഞ്ഞെടുപ്പ് മാത്രമാണുള്ളത്. ചെറുത്തു നിൽക്കുക, ദാരിദ്ര്യം, ഭയം, ശിക്ഷ എന്നിവ നേരിടുക, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക, അതിജീവിക്കുക. ഇവിടെയാണ് വലിയ അപകടം. നമ്മളെല്ലാവരും സുരക്ഷയും സമാധാനവും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം വ്യവസ്ഥാപിതമായ തിന്മയുമായി സഹകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. സൗകര്യത്തിനായി നാം മനസ്സാക്ഷിയെ കച്ചവടം ചെയ്യുന്നു. എന്നാൽ ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തിൻ്റെ ഈ പാത സ്വന്തത്തെ മാത്രം നോക്കുന്ന ഒന്നാവുന്നു. തിന്മ വളരുന്നത് കൃത്യമായും അങ്ങനെയാണ്. അതെ, മുകളിൽ നിന്ന് ഇരുമ്പ് കരങ്ങൾ കൊണ്ട് ഭരിക്കുന്നത് ഫറോവയായിരിക്കാം. എന്നാൽ സാധാരണക്കാർ ദിവസവും നടത്തുന്ന എണ്ണമറ്റ വിട്ടുവീഴ്ചകൾ, നിസ്സാരമായ ക്രൂരതകൾ എന്നിവയാണ് ഈ വ്യവസ്ഥിതിയെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത്. ദൈവത്തിൻ്റെ നീതിയേക്കാൾ സ്വാർത്ഥ താല്പര്യത്തിന് പ്രാധാന്യം നൽകുമ്പോൾ നാം ഓരോരുത്തരും ഒരർത്ഥത്തിൽ കായീനായി മാറുന്നു. കായീൻ മന്ത്രിക്കുന്നു. സ്വയം ഉപദ്രവിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സഹോദരനെ ദ്രോഹിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തിന്മ വർദ്ധിക്കുന്നു. ഒരു തെറ്റായ പ്രവൃത്തി മറ്റൊന്നിനെ ജനിപ്പിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ വികാസത്തിൻ്റെ ചരിത്രം കായീനും ആബേലും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് എന്ന് അലി ശരിയത്തി പറയുന്നത് ഈ അർത്ഥത്തിലാണ്.